സോ എല്ലാവർക്കും ഡിഫറൻസ് മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. സോ മച്ചാന്മാരെ, നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്റ് അല്ല ഒഫീഷ്യൽ വീഡിയോ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ മാത്രമേ ഞാൻ കണ്ടുള്ള ഓൺ ദ സ്പോട്ടിൽ ഞാൻ റിയാക്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. സോ അതിൻ്റെ ടൈറ്റിൽ വേറെ ഒന്നുമില്ല, ദൃശ്യം 3 ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി. ഒരു തവണ ഇതിൻ്റെ ഒരു ലീക്ക് വന്നപ്പോൾ പോലും കംപ്ലീറ്റ് മീഡിയാസിലും ഇത് ആ ഒരു സത്യം പറഞ്ഞാൽ അത് ഒറിജിനൽ കൺഫർമേഷൻ പോലും അല്ല, പക്ഷേ എന്നിട്ട് പോലും എല്ലാ മീഡിയസിലും ഒരുമാതിരി ദൃശ്യം 3 വരുന്നതെന്നും വൻ ഹൈപ്പായിരുന്നു. സോ അതിൻ്റെ എന്തായാലും ഒരു ഒഫീഷ്യൽ വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കണ്ടിട്ടില്ല, സോ എന്തായാലും നമുക്ക് നോക്കാം. ജസ്റ്റ് വെയിറ്റ്. BGM ഓഫ്. ഓക്കെ, ലാലേട്ടൻ BG എവിടെ കയറ്റി വെക്കണ്ടേ? ഹെലികോപ്റ്റർ ഉണ്ട്. പക്ഷേ ദൃശ്യം 3 ഓൺ ദ വേ, കമ്മിങ് സൂൺ. ഈ ഒരു കോംബോ ഉണ്ടല്ലോ. ലൈറ്റ്സ്, ക്യാമറ. ഒക്ടോബറാണ്, സോറി, ആക്ഷൻ പറയാൻ വന്നതാണ്. സോ ഒക്ടോബറാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഓ മാൻ, ഹെൽ നോ. ഇതിനെപ്പറ്റി വേറെ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഡയറക്ടർ അല്ല, ബാക്കി എല്ലാവരും ചിലപ്പോൾ ചില ആളുകളൊക്കെ മാറും, ചില സിനിമകളിലൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തായാലും വേറെ ഒരു സംഭവങ്ങളും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ദ പാസ്റ്റ് നെവർ സ്റ്റേ സൈലൻറ്റ്. പക്ഷേ ഇതിൽ നമ്മളെ ഇതിൻ്റെ ഡയറക്ടർ ജിത്തു ജോസഫ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റേ നമ്മളെ ദൃശ്യം 1 മറ്റേ പോലീസ് ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മളെ ഇത് സഹദേവൻ പുള്ളിക്കാരൻ്റെ ഒരു കംബാക്ക് നമുക്ക് ഈ ഒരു ദൃശ്യം 3 കാണാൻ പറ്റുന്ന ജിത്തു ജോസഫ് സാർ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി, അതായത് ലാലേട്ടൻ ഇപ്പം തുടരും, എമ്പുരാൻ, പിന്നെ ഇനിയിപ്പം ദൃശ്യം 3 എന്നൊക്കെ പറയുമ്പം ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം പറഞ്ഞതുകൊണ്ട് കട്ടപ്പന എന്തോ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല, എന്തിനാവുന്നൊരു പിടുത്തമില്ല, ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്തൊരു ഐറ്റമാണ്. പിന്നെ ഹിന്ദിയിലായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടൊന്നും ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ റിലീസാകും, ഇമ്പാക്റ്റ് കൊണ്ട് വരുമെന്ന് തോന്നുന്നു. പക്ഷേ ട്രോൾ പേജസൊക്കെ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ ഇനി എത്ര എടുത്തിട്ട് ആഘോഷിക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, പടം ചിലപ്പോൾ സൂപ്പറാണെങ്കിൽ, പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് വലിയ ഹോപ്പൊന്നും തോന്നുന്നില്ല. സോ എന്തായാലും ഈ ഒരു ഇതിനെപ്പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് നമുക്ക് പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് അറിയാം. അതാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പടത്തിൻ്റെ എനിക്ക് സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ റിലീസാക്കിയില്ലല്ലോ എന്നൊരു വലിയ സങ്കടം എനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അവർ OTT റിലീസാക്കി തിയേറ്ററിൽ റിലീസാക്കില്ലല്ലോ എന്ന് പറഞ്ഞൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. സോ എന്തായാലും നിങ്ങളെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ചെയ്യുക. കാരണം ഞാനും അറിയട്ടെ, നിങ്ങളെ എക്സ്പെക്റ്റേഷനൊക്കെ ഒന്ന് വായിച്ചെടുക്കട്ടെ. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തേക്കണേ, പിന്നെ കുറച്ചവർക്ക് അയച്ചു കൊടുത്തതെന്ന് അറിയിച്ചേക്ക്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.